ഹായ് എവ്രി വൺ. ജസ്ന സലീം വീണ്ടും തമ്മിൽ തല്ലിക്കുകയാണ്. നിലവിൽ ജസ്ന സലീം പറയുന്നത് കണ്ണനെ വരച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നു എന്നാണ്. ഇതിൻ്റെ ഉദ്ദേശം രണ്ട് വിഭാഗത്തെ തമ്മിൽ തല്ലിക്കുക എന്നതാണ്. ഇന്ന് ഞാൻ ജസ്ന സലീമിനുള്ള ചുട്ട മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത്. നല്ലവരായ ഹൈന്ദവരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആദ്യം ജസ്ന സലീം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം ഒന്നൊന്നായി ജസ്നക്ക് നമ്മൾ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ജസ്ന പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാല് കണ്ണൻ്റെ ഫോട്ടോക്ക് ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ ബുക്കിംഗ് ചെയ്തോളൂ. അതേപോലെ ഈ തവണ എനിക്ക് ഒരാഗ്രഹവും കൂടിയുണ്ട്. അതായത് എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെയാണ് ഈ ഒരു പ്രാവശ്യം എനിക്കുള്ളത്. അതുകൂടെയാണ് ഞാൻ ഈ ഫോട്ടോസിൻ്റെ ഓർഡർ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ജസ്ന ഈ ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. ജസ്നക്ക് 100% അറിയാം, കണ്ണനെ വരച്ച് ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചർച്ചയാകും. നല്ലവരായ ഹൈന്ദവരോട് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളെ പറ്റിച്ചാണ് ജസ്ന സലീം നിലവിൽ ജീവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ജസ്ന സലീം എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്. ഹണി ട്രാപ്പ് ചേച്ചിയാണ് ജസ്ന സലീം, അത് നമുക്കൊക്കെ അറിയാം. അതായത് ഇപ്പോൾ കണ്ണനെ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞൊരു നമ്പർ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ കൊടുക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, ആരെങ്കിലും മെസ്സേജ് അയക്കും, ഹായ് ജസ്ന, അപ്പോൾ വീഡിയോ കോൾ ചെയ്യും, അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവരുടെ മുഖം ഇവൾക്ക് കിട്ടും. അപ്പോൾ പറയുന്നുണ്ട് ഇതിന് ഞാൻ പബ്ലിക് ചെയ്യും, എനിക്ക് ഇത്ര പൈസ തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് ആ പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ജസ്ന സലീം പൈസ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവളുടെ കയ്യിൽ നിന്ന് ആരും ഈ ഒരു കണ്ണൻ്റെ ചിത്രം മേടിക്കുന്നില്ല. ചില ആൾക്കാർ മേടിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവൾ പറയുന്ന കണക്ക് ഒരു ദിവസം 100 പോകുന്നുണ്ട്, 200 പോകുന്നുണ്ട് എന്നാണ് ഇവൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ 1-2 മാത്രമാണ് ഇവൾ കണ്ണനെ വരക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, ഇവൾക്ക് എവിടെ നിന്നാണ് സമയം? യൂട്യൂബിൽ 4-5 വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 10-15 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എഡിറ്റ് ചെയ്യാൻ തന്നെ വേണം 1 മണിക്കൂർ. അപ്പോൾ വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ പറയുകയാണ് ഞാൻ കണ്ണനെ വരച്ചാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്. ഇവൾ പൈസ ഉണ്ടാക്കുന്ന വഴിയൊക്കെ നമുക്കറിയാം. ഓക്കെ, പിന്നെ ജസ്ന സലീമിനോട് പറയുകയാണ് ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞ് നീ നിലവിൽ പൈസ ഉണ്ടാക്കണ്ട. ഇവൾക്കറിയാം ഹജ്ജും കണ്ണനെയും വെച്ച് അതായത് ഇവൾ നിലവിലുള്ളത് നല്ലവരായ ഹൈന്ദവർക്കും സപ്പോർട്ടില്ല, മുസ്ലിമീങ്ങൾക്കും സപ്പോർട്ടില്ല. രണ്ട് വിഭാഗത്തെ അടിക്കണം, അതാണ് ഇവളുടെ ലക്ഷ്യം. ഇവൾക്ക് ഉറപ്പാണ് ഹജ്ജും കണ്ണനെയും തമ്മിൽ ഞാൻ യൂട്യൂബിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആകും. അതുറപ്പാണ്, വീണ്ടും ചർച്ചയാവും. അപ്പോൾ ജസ്നയോട് എനിക്ക് പറയാനുള്ളത്, നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ, ഒരു പ്രശ്നവുമില്ല. മതത്തിൽ കയറി വരണ്ട. അതായത് നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന ഹൈന്ദവർക്കും നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്കും നീ വലിയൊരു ഭീഷണി തന്നെയാണ് ഹണി ട്രാപ്പ് ചേച്ചി. ഓക്കെ, ഹണി ട്രാപ്പ് ചേച്ചി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോൾ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് 23 ഫോട്ടോക്കുള്ള ഓർഡർ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഹജ്ജിന് പോകുകയെന്ന് വെച്ചാൽ ഗവൺമെൻറ്റായിട്ട് പോകുന്ന സമയത്ത് എന്തോ പ്രൈസ് കുറവാണെന്നൊക്കെ അല്ലാതെ 5-6 ലക്ഷം ഒരാൾക്ക് വരും കേട്ടോ. അപ്പോൾ എനിക്കിത് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. നോക്കുക, ഇത് നമ്മളെ മണ്ടന്മാരാക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മമുള്ളത് വർഷത്തിലാണ്. ഇപ്രാവശ്യത്തെ ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഹജ്ജിൻ്റെ കാര്യം കൊണ്ടുവരുന്നത്? നല്ലവരായ ഹൈന്ദവരോട് ഒരു കാര്യം പറയുകയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയൊരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ വലിയൊരു ചർച്ചിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ മതം പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ അത് ഫോളോ ചെയ്തിട്ടല്ലേ പോകുന്നത്. ഇവിടെ ജസ്ന സലീം തമ്മിൽ തല്ലിക്കുകയാണ് എൻ്റെ പൊന്നു ഹൈന്ദവരെ. അതായത് അവൾക്കറിയാം അതായത് കണ്ണനെ വിറ്റ പൈസയിൽ ഹജ്ജ് മുസ്ലിം മതപ്രകാരം അത് പറ്റൂല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ജസ്ന സലീമിന് അറിയാം ഹജ്ജിൻ്റെ പേര് പറഞ്ഞ് കണ്ണനെ വരച്ച് പൈസ ഉണ്ടാക്കി
ഹജ്ജിന് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാകും. രണ്ട് പേർ തമ്മിൽ യുദ്ധം നടക്കും. അതായത് ഹൈന്ദവരിൽ നിന്ന് നല്ല രീതിയിൽ മതം എന്ന് പറയുന്നവരുണ്ട്, മുസ്ലിമീങ്ങളിൽ നിന്ന് മതം എന്ന് പറയുന്നവരുണ്ട്. അവർ തമ്മിൽ തല്ലണം. അതാണ് ജസ്നയുടെ ഉള്ളിലിരിപ്പ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഹണി ട്രാപ്പ് ചേച്ചിയെ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പാടില്ല. ഹണി ട്രാപ്പ് ചേച്ചി പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ കണ്ണനെ വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് സാധാരണക്കാരായ പ്രേക്ഷകരുടെ മുമ്പിൽ കണ്ണിൽ പൊടി. ഇവൾ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വീഡിയോ കോള് അങ്ങനെയൊക്കെയാണ് ഇവരുടെ പൈസ ഉണ്ടാക്കൽ പരിപാടി. ഓക്കെ, ഹണി ട്രാപ്പ് ചേച്ചി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. എപ്പോഴും എനിക്ക് എൻക്വയറി വരുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ചേച്ചി കണ്ണന്റെ ചെറിയ ഫോട്ടോ ഉണ്ടോ, സൈസ് കുറവുണ്ടോ, പ്രൈസ് കുറവുണ്ടോ, വലിയ എമൗണ്ട് താങ്ങാൻ പറ്റുന്നില്ല, വലിയ എമൗണ്ടിന്റെ വാങ്ങാൻ പറ്റുന്നില്ല, മേടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അവർക്കായിട്ട് ഞാനിപ്പം ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലവരായ ഹൈന്ദവർ വരക്കുന്ന ചിത്രം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ ഹണി ട്രാപ്പ് ചേച്ചി വരക്കുന്നത് ആരെങ്കിലും മേടിക്കോ? ആരും മേടിക്കൂല. പിന്നെ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള 100% വരുന്ന ആൾക്കാർ മാത്രമേ മേടിക്കും ഇത്തരത്തിലുള്ള സാധനം. ബുദ്ധിയുള്ള ഹൈന്ദവർ ആരും മേടിക്കൂലെന്നേ. അതായത് എല്ലാവർക്കും അറിയാം ഇവളൊരു ഹണി ട്രാപ്പ് ചേച്ചി. ഈ ഹണി ട്രാപ്പ് ചേച്ചി വരക്കുന്നത് മേടിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ദൈവം പറയുന്ന ഒരു കാര്യവും ഫോളോ ചെയ്യാത്ത, വെറും ഹണി ട്രാപ്പിലൂടെ പൈസ ഉണ്ടാക്കുന്ന, ഹണി ട്രാപ്പ് വരക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം ആരെങ്കിലും മേടിക്കോ? നിങ്ങൾ പറയണം, ആരെങ്കിലും മേടിക്കോ? എൻ്റെ അറിവിൽ അങ്ങനെ ആരും മേടിക്കുന്നില്ല. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കൂ. അതായത് ഹണി ട്രാപ്പ് ചേച്ചി പറയുകയാണ്, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ഉണ്ടോ കണ്ണൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കൂ. ഇവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ഒരു കമൻറ്റ് പോലും വരുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്കൊരു സാധനം വേണം പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ആ സാധനം ഉണ്ട് എന്നൊരു വീഡിയോ വഴി അറിയിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ഇടൂല്ലോ, താങ്ക് യു ചേച്ചി എനിക്ക് വേണമെന്ന് പറഞ്ഞ്. അതായത് ഹണി ട്രാപ്പ് ചേച്ചി ഇടുന്ന ഒരു വീഡിയോസിനും കമൻറ്റ് വരുന്നില്ല. 1-2 കമൻറ്റാണ്. ഞാൻ ഇന്ന് അതായത് ഈ കണ്ണൻ്റെ ചിത്രത്തിൽ കണ്ട ഈ ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഞാൻ പൈസ ഉണ്ടാക്കുന്നത് കണ്ണനെ വിറ്റാണെന്ന് കളവ് പറയാൻ വേണ്ടി മാത്രമാണ് ഹണി ട്രാപ്പ് ചേച്ചി ഇത്തരത്തിലുള്ള വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ പൈസ ഉണ്ടാക്കിയതും ഇവൾ വീട് കെട്ടിയതൊക്കെ കണ്ണനെ വിറ്റല്ല. അതെങ്ങനെയാണ് നമുക്കറിയാം. വീഡിയോ കോള്, ഹണി ട്രാപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. അത് ഇവളുടെ ഈ മുഖം കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, വെറുതെ പറയുകയാണ്. അപ്പോൾ ഇവരുടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം കഅബ, ഇങ്ങനെയൊക്കെ ഹജ്ജ്, ഇതൊക്കെ പറഞ്ഞ് 2 വിഭാഗത്തെ തമ്മിൽ തല്ലിക്കുക മാത്രമാണ് ഹണി ട്രാപ്പ് ചേച്ചിയുടെ പ്രത്യേക. അതായത് ഹണി ട്രാപ്പ് ചേച്ചിയുടെ ഏറ്റവും വലിയ പണി തമ്മിൽ തല്ലിക്കുക. പിന്നീട് പുറം ലോകത്തേക്ക് ഞാൻ കണ്ണനെ വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് മാത്രം. പിന്നെ ഹണി ട്രാപ്പ് ചേച്ചിയുടെ ഉപ്പയോടും ഉമ്മയോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഞാൻ വേറെ വാക്കാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. അതായത് മകൾക്ക് വിവരമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. മകൾ എന്ത് തോന്നിവാസമാണ് ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. എന്തിനാണ് ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? അതായത് മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഭീഷണിയാണ്. നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന ഹൈന്ദവർക്കും ഇവളൊരു ഭീഷണിയാണ്. നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്കും ഇവളൊരു ഭീഷണിയാണ്. നിങ്ങൾക്ക് നട്ടലുണ്ടാവും. ഇവളുടെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഓട്ടോക്കാരാ, നിനക്ക് നട്ടലുണ്ടോടാ? മകളോട് പറയണം ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ നീ പറയാൻ പാടില്ല എന്ന്. നിൻ്റെ മകൾ ചെയ്യുന്നത്, ആ ഓട്ടോ ഡ്രൈവറിനോടാണ് എനിക്ക് പറയാനുള്ളത്. എടാ പൊട്ട, നിൻ്റെ മകൾ ചെയ്യുന്നത് 2 വിഭാഗത്തെ തമ്മിൽ തല്ലിക്കുകയാണ്. നിൻ്റെ മകൾ എന്താണ് പറയുന്നത്? കണ്ണനെ വരച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നു എന്നാണ് പറയുന്നത്. ഇവൾക്കറിയാം ഈ ഹണി ട്രാപ്പ് കണ്ടവർക്കൊക്കെ ഓപ്പണാക്കി കൊടുക്കുന്ന ഈ ഹണി ട്രാപ്പ് ചേച്ചിക്കറിയാം ഇങ്ങനെ ചെയ്താലേ കലാപമുണ്ടാകുമെന്നും ഇവൾ റിച്ചിലേക്ക് എത്തുമെന്നും. അത് നീ പറഞ്ഞു കൊടുക്കണം ഓട്ടോക്കാരാ. ഓക്കെ, നിന്നോടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വരാം. ഓക്കെ, ഹണി ട്രാപ്പ് ചേച്ചി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇത് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ മുമ്പ് 8.5 ഇഞ്ച് വീതിയും 11.25 ഇഞ്ച് നീളവും ആയിരുന്നേ വരുന്നത്. അപ്പം അതിലേക്ക് 1 ഇഞ്ച് ഫ്രെയിമും കൂടി കൂടും. അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണൻ്റെ ഫോട്ടോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കണം. അല്ലാതെ ഹായ് എന്നൊക്കെ അയച്ചാൽ ഞാൻ മറുപടി തരില്ല കേട്ടോ.
നോക്കൂ, ഹണി ട്രാപ്പ് ചേച്ചി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കണ്ണൻ്റെ ഫോട്ടോ വേണമെങ്കിൽ മെസ്സേജ് അയച്ചോ എന്ന് പറഞ്ഞ് ഹണി ട്രാപ്പ് ചേച്ചി നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം, അതായത് ഹണി ട്രാപ്പ് ചേച്ചിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് ആരും കണ്ണനെ മേടിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നമ്പർ കൊടുക്കുന്നത്? ആരെങ്കിലും ആണെങ്കിൽ മെസ്സേജ് അയക്കണം, മെസ്സേജ് അയച്ച് വീഡിയോ കോൾ ചെയ്യണം, അപ്പോൾ അതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, അതിനുശേഷം ഹണി ട്രാപ്പിൽ പെടുത്തണം, അങ്ങനെ പൈസ മേടിക്കണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങൾ പറയും ആരെങ്കിലും വിളിക്കുമെന്ന്. ഉറപ്പായിട്ടും വിളിക്കും. പെണ്ണുങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ നമ്പർ സൈഡിൽ വെച്ചോ, എത്ര കോൾ നിങ്ങൾക്ക് വരും. അതായത് ഹണി ട്രാപ്പ് ചേച്ചിക്ക് ഉറപ്പാണ് ഇഷ്ടംപോലെ ആൾക്കാർ കോൾ വിളിക്കും. അപ്പോൾ ആരുടെങ്കിലും നല്ല പണിയൊക്കെ ഉള്ള ആരുടെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കും. അതിൽ 2 സെറ്റിങ്സ് ഉണ്ട്. അതായത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഹണി ട്രാപ്പ് ചേച്ചിയുടെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല, മറ്റാളുടെ സ്ക്രീൻ റെക്കോർഡ് ഹണി ട്രാപ്പ് ചേച്ചിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ മുഖം കിട്ടി. അതിനുശേഷം അതേ വാട്സാപ്പിലേക്ക് ഞാനിതിനെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് അപ്പോൾ പെടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പ്ലീസ് ജസ്ന സലീം അത് അപ്ലോഡ് ചെയ്യണ്ട. അപ്പോൾ ജസ്ന സലീം പറയുകയാണ്, ഓക്കെ എനിക്ക് 1 ലക്ഷം ഇല്ലെങ്കിൽ 50,000 തന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ 50,000 കിട്ടുന്നുണ്ട്, മതിയല്ലേ? പേരെന്തായി? ഞാൻ കണ്ണനെ വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്. ജസ്ന സലീമിനോട് വിളിക്കുകയാണ്, ആര് മേടിക്കുന്നു അത് പ്രൂഫ് സഹിതം നിൻ്റെ ചാനലിൽ നിനക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ, അതായത് അതിൽ തെളിവ് വേണം. വെറുതെ നീ കിട്ടി ഇവൻ എൻ്റെ മേടിച്ചു എന്നല്ല, ക്ലിയറായി ആരെങ്കിലും പറയണം, ഇത്ര വർഷമായിട്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ണനെ മേടിക്കുന്നു എന്ന്. ആരും മേടിക്കില്ല. കാരണം കണ്ണൻ എന്ന് പറയുന്നത് ദൈവമാണ്, അതായത് നമ്മൾ വിശ്വസിക്കുന്നൊരു ദൈവമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഹണി ട്രാപ്പ് ചേച്ചിമാർ വരക്കുന്നതിന് ആരെങ്കിലും മേടിക്കോ? നല്ല ഒരു, അതായത് നമ്മളൊക്കെ കണ്ണൻ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാർ കണ്ണൻ്റെ ഫോട്ടോ ഹണി ട്രാപ്പ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കോ? മതം വിശ്വസിച്ച് മതം ഫോളോ ചെയ്ത് വരക്കുന്ന അവരുടെ കയ്യിൽ നിന്നല്ലേ നമ്മൾ മേടിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം, അതായത് നമ്പർ കൊടുക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഞാൻ വരച്ചു തരാം. പിന്നെ ബുക്കിംഗ് എടുത്ത് കഴിഞ്ഞാലും ജൂലൈക്ക് ശേഷം മാത്രമേ ഞാൻ ഫോട്ടോ വരച്ച് കൊറിയർ അയച്ച് തുടങ്ങുകയുള്ളൂ. എന്താ വെച്ചാൽ കുറച്ച് ഫോട്ടോസ് പെൻഡിങ്ങിലുള്ളത് കൊണ്ടാണ്. നോക്കൂ, പറയുകയാണ് ഞാൻ ജൂലൈക്ക് ശേഷമേ തരുമെന്നു. അല്ലേ, എന്തൊരു ഉഡായിപ്പാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ ശവത്തിനില്ലേ സമയം എന്ന് പറയുന്ന സാധനമില്ല. ഈ ശവം ഒരു 3 ലൈവ് ഇടുന്നുണ്ട്, 5-6 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഇടുന്നുണ്ട്, അതിനുശേഷം വീഡിയോ കോളുകൾ ചെയ്യണം, ഹണി ട്രാപ്പ് ചെയ്യണം. പിന്നെ എവിടെ നിന്നാണ് കണ്ണനെ വരക്കാൻ സമയം? ഇപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ഓർഡർ ചെയ്താൽ പറയാമല്ലോ ജൂലൈന്ന്, അതിനുശേഷം കൊടുക്കത്തില്ല. കാരണം എന്ത്? പൈസ ഉണ്ടാക്കുന്ന പരിപാടി വേറെയാണ്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇവരുടെ കയ്യിൽ നിന്ന് ആരും മേടിക്കുന്നില്ല. ചിലപ്പോൾ മതം തലക്ക് പിടിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, അതായത് മതം അവർക്കൊരു പ്രശ്നമേ അല്ല, ഈ ഹണി ട്രാപ്പ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് 1-2 മേടിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ലാതെ മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആരും ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഉഡായിപ്പാണെന്നേ. നമുക്ക് മുമ്പിൽ, അതായത് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് കണ്ണനെ വിറ്റാണെന്ന് കളവ് പറയുകയാണ് ഈ ഹണി ട്രാപ്പ് ചേച്ചി. ഓക്കെ, അപ്പോൾ ഹണി ട്രാപ്പ് ചേച്ചിക്ക് 50K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെലിബ്രേറ്റും കൂടി കാണാം നമുക്ക്. ഓക്കെ, അതിലാണ് ഞാനൊരു മറുപടി കൊടുക്കുന്നുണ്ട്, അത് ആദ്യം നിങ്ങളൊന്ന് കാണുക. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 50K സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയി. അയ്യോ, മുറിച്ചോ. കണ്ണന്റെ അടുത്ത് തന്നെ മുറിച്ചേക്കാം. ഇവനെ ഈ കണ്ണൻ. അപ്പൊ കണ്ണ, താങ്ക് യു സോ മച്ച്. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം 50K ഫോളോവേഴ്സ് ആയിട്ടോ. എന്താണല്ലേ ഈ ഹണി ട്രാപ്പ് ചേച്ചിയൊക്കെ ഫോളോ ചെയ്യുന്നവർ ആരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞാൽ കലാപമുണ്ടാക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരാണ് ഇവളൊക്കെ ഫോളോ ചെയ്യുന്നത്. നല്ലവരായ ഹൈന്ദവർ ഒരാൾ പോലും ഇവളെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും ചെയ്യൂലെന്നേ. കാരണം ഹണി ട്രാപ്പ് ചേച്ചി സത്യം പറഞ്ഞാൽ ഇവളെ അടിച്ചു കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവൾക്കൊരു മതമുണ്ടോ? ഞാൻ ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. ഇവൾ ഒരു ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് ഹൈന്ദവ മതം പറയുന്നത് പോലെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇവൾ കണ്ണനെ വരക്കുന്നതിൽ പ്രശ്നമില്ല.
ഇവിടെ നോക്കൂ, ഇവൾക്ക് ഒരു മതവുമില്ല. ഇപ്പോൾ നിലവിൽ മുസ്ലിമുമല്ല, ഹിന്ദുവുമല്ല, ഒരു മതവുമല്ലാതെ കണ്ടവരുടെ കൂടെ പോകുകയും കണ്ടവർക്ക് വീഡിയോ കോൾ ചെയ്യുകയും ഹണി ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീ കണ്ണനെ വരക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ആകെ ഷോക്കായി പോയെന്നേ. ഇപ്പോൾ എത്ര പേരെയാണ് ഇവൾ ജീവിതം നശിപ്പിച്ചത് വീഡിയോ കോൾ ചെയ്തിട്ട്? അമ്മയുടെ കാമുകിയും കാമുകൻ ഗുരുവായൂരപ്പന്റെ കാമുകൻ ഗുരുവായൂരപ്പന്റെ കാമുകൻ. സുരേഷ് ഗോപിക്കെങ്കിലും ഇത്തിരി ബുദ്ധി ഇല്ലാതായല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണല്ലേ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനമില്ല. കലാപമുണ്ടാക്കണം, അതായത് എങ്ങനെയെങ്കിലും കലാപമുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവരുടെ പിന്നിൽ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസ്ന സലീം ഇത്തരത്തിൽ വൃത്തികേട് ഹജ്ജിൻ്റെ പേരിലൊക്കെ നടത്തുന്നത് റിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അവരെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആ ചാനൽ പൂട്ടിക്കുക, ഇല്ലെങ്കിൽ വലിയ വലിയ കലാപമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.